സോ S1 മാത്സ് മാറ്റ് 101 ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മൊഡ്യൂൾ 1 നിന്ന് 3 മാർക്സിന് മെയിൻ ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ളത് കനോണിക്കൽ ഫോമും റാങ്ക് ഓഫ് മെട്രിക്സും ആണ്. 7 മാർക്സിന് എല്ലാ തവണയും ഈ സെയിം ക്വസ്റ്റ്യൻസ് ഒരു കോമ്പിനേഷൻ രീതിയിലാണ് വരാറ്. ഒന്നെങ്കിൽ ഗോസ് എലിമിനേഷൻ മെത്തേഡും ഡയഗണലൈസേഷൻ വരും, അല്ലെങ്കിൽ ഗോസും ഈഗൻ വാല്യൂസും വരും. അങ്ങനെ ഈ സെയിം 4 ടോപ്പിക്സ് രണ്ടെണ്ണം വെച്ചാണ് എല്ലാ തവണയും ചോദിക്കാറ്. മൊഡ്യൂൾ 2 നിന്നാണെങ്കിൽ നമുക്ക് മൊഡ്യൂൾ 1 ആണ് സത്യത്തിൽ ഏറ്റവും ഈസി. അത് മെട്രിക്സിന്റെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ബേസിക്സ് ആയിട്ട് ഇന്റഗ്രേഷനോ ഡിഫറൻസിയേഷനോ അങ്ങനത്തെ നിങ്ങൾ വീക്ക് ആണ് ഏറ്റവും ആദ്യം മൊഡ്യൂൾ 1 പഠിക്കുന്നതാണ് നല്ലത്. പിന്നെ മൊഡ്യൂൾ 2 വരുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ അറിഞ്ഞിരിക്കണം. അപ്പം മൊഡ്യൂൾ 2 ഏറ്റവും 3 മാർക്സിന് എപ്പോഴും ചോദിക്കുന്ന എന്തെങ്കിലും ഡിഫറൻസിയേഷന്റെ എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ ഒരു സർഫസിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ അതും ഡിഫറൻസിയേഷനാ വരുന്നത്. പിന്നെ ചെയിൻ റൂൾ, അതും ഡിഫറൻസിയേഷൻ തന്നെ നമുക്ക് ഉപയോഗിക്കുന്നതാ. പിന്നെ 7 മാർക്സിലോട്ട് വരുമ്പോൾ മാക്സിമം മിനിമ കണ്ടുപിടിക്കുന്നത്, പിന്നെ ഡെറിവേറ്റീവ്സിന്റെ ക്വസ്റ്റ്യൻ ചെയിൻ റൂൾ വെച്ച് വരുന്നത്, പിന്നെ ലോക്കൽ ലീനിയർ ആണ് ചോദിക്കാറ്. പിന്നെ മൊഡ്യൂൾ 3 പോകുമ്പോൾ 3 മാർക്കിന് എപ്പോഴും ചോദിച്ച് കാണാറുള്ളത് ട്രിപ്പിൾ ഇന്റഗ്രേഷൻ ആണ്. പിന്നെ 7 മാർക്സിലോട്ട് വരുമ്പം ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ, ചേഞ്ചിങ് ആൻഡ് ഇവാലുവേറ്റിംഗും, പിന്നെ സ്പെറിക്കലും സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ് തന്നിട്ടുള്ള പ്രോബ്ലംസ്. മൊഡ്യൂൾ 4 എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ സീരീസ് കാണാം. അപ്പൊ അതിന്റെ കൺവെർജൻസ് അതൊരു 3 to 4 കൈൻഡ്സ് ഉണ്ട്. അപ്പം അതിൻ്റെത് നമുക്ക് ഓരോന്ന് തന്നിട്ട് അത് ജസ്റ്റ് ഇക്വേഷനിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ മൊഡ്യൂൾ 4 നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ട് അത്രയ്ക്കും ബേസിക്സ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് കവർ ചെയ്യാവുന്ന ഒരു മൊഡ്യൂളാണ്. പിന്നെ നമുക്ക് ഈ കമ്പാരിസൺ, റേഷ്യോ, റൂട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ആണ് മൊഡ്യൂൾ 4 വരുന്നത്. മൊഡ്യൂൾ 5 വരുമ്പോൾ ഫോറിയർ സീരീസ്, സൈനും കൊസൈൻ സീരീസും എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ ഈ ഓരോ ഇക്വേഷന് വരെ 1 മാർക്ക് വെച്ച് വരുന്നതാണ്. അപ്പം ആദ്യം നമ്മൾ ഇന്ന് മൊഡ്യൂൾ 1 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മൊഡ്യൂൾ 1 ആണെങ്കിൽ ഏറ്റവും ആദ്യത്തെ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സിസ്റ്റംസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. അപ്പം ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ എക്സ് ഒരു കുറച്ച് സൊല്യൂഷൻസ് തരും. അപ്പം അതിൽ നിന്ന് നമ്മൾ റാങ്ക് ഓഫ് എ മെട്രിക്സ് എടുത്തിട്ട് അത് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ഓരോരോ സ്റ്റെപ്സിലോട്ട് എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പം നമ്മളൊരു ഇപ്പം x+y = 3. അപ്പൊ ആ എക്സിനും വൈനും അതിന്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. അപ്പം അത് കണ്ടുപിടിക്കാൻ നേരത്തെ ചിലപ്പോൾ അതിനൊരു ഒറ്റ സൊല്യൂഷനെ കാണത്തുള്ളൂ. എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏതൊക്കെ വാല്യൂ ഇട്ടാലും ഇല്ലേലും അതിന് ഒറ്റ സൊല്യൂഷനെ വരത്തുള്ളൂ. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണെങ്കിൽ കുറെ വാല്യൂവിന് ഇട്ട് കൊടുത്താലും സെയിം ആൻസർ കിട്ടും. പിന്നെ നോ സൊല്യൂഷൻ ആണെങ്കിൽ എങ്ങനെ എക്സും വൈക്കും ഏത് വാല്യൂ ഇട്ടാലും ആ സൊല്യൂഷൻ ഒരിക്കലും കിട്ടത്തില്ല. അപ്പം ഇത് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമുക്ക് കിട്ടിക്കഴിയുമ്പം എങ്ങനത്തെ രീതിയിലാണ് അത് വരുന്നത് എന്ന് മനസ്സിലാക്കുന്നതിൻ്റെതാണ് ഈ ഇത്രയും ബേസിക് ആയിട്ടുള്ളത്. അപ്പം അതിന്റെ ഓരോ സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതണം. ഇത് കുറച്ച് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. അപ്പൊ ഇതിന് ഈ മെട്രിക്സ് ഫോം ഇത് ഓഗ്മെന്റേറ്റഡ് മെട്രിക്സ് ആണ് എന്ന് പറയുമ്പോൾ AB ഫോമിലാണ്. അപ്പം ഏറ്റവും ആദ്യം ഇപ്പം റാങ്ക് ഓഫ് AB = റാങ്ക് ഓഫ് A വരുവാണെങ്കിൽ സിസ്റ്റം എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ റാങ്ക് ഓഫ് AB ≠ റാങ്ക് ഓഫ് A ആണെങ്കിൽ ആ സിസ്റ്റം എപ്പോഴും ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും, അതിന് സൊല്യൂഷൻ ഇല്ല. അപ്പൊ റാങ്ക് എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ റാങ്ക് ഓഫ് AB എന്ന് പറയുമ്പോൾ ഇത്രയും എലമെന്റ്സിന്റെ റാങ്ക് എടുത്തിട്ടാ. റാങ്ക് ഓഫ് A എന്ന് പറയുമ്പം ഈ ഇത്രയും ഈ കോളമിൽ വരുന്ന ലാസ്റ്റ് കോളം വരുന്ന ആ ഇത് നോക്കത്തില്ല. ബാക്കി ഈ ആദ്യത്തെ 3 കോളമേ നോക്കത്തുള്ളൂ. അപ്പൊ ഇപ്പൊ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ് റാങ്ക് ഓഫ് AB = റാങ്ക് ഓഫ് A എന്ന് വരുമ്പോൾ എന്ന് പറയുമ്പോൾ അതിന് സൊല്യൂഷൻ ഉണ്ട്. അപ്പം ആ സൊല്യൂഷന് 2 ടൈപ്പായിട്ട് പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ റാങ്ക് ഓഫ് ABയിലാണെങ്കിൽ റാങ്ക് ഓഫ് എയും = വന്നിട്ട് പിന്നെ നമ്പർ ഓഫ് അൺനോൺസ് നമുക്ക് = നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റന്റും ആയിരിക്കും, ഒരൊറ്റ യൂണിക് സൊല്യൂഷനെ കാണത്തുള്ളൂ. അതേ സമയത്ത് റാങ്ക് ഓഫ് AB = റാങ്ക് ഓഫ് A ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആയിരിക്കും, ബട്ട് ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് കാണും. അപ്പൊ അത് വളരെ ബേസിക് ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യത്തെ ഈ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇതിലാണെങ്കിൽ നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് വെച്ചാണ് സോൾവ് ചെയ്യുന്നത്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് തന്നെ വേണം പോവാൻ. അപ്പൊ
എക്സ് പ്ലസ് 2y പ്ലസ് 3z ഇസ് ഈക്വൽ ടു 1. പിന്നെ അങ്ങനെ ഒരു അതുപോലെ തന്നെ വേറെ 2 ഇക്വേഷൻസ് കൂടി തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇത്രയും എക്സിന്റെ കോഎഫിഷ്യൻസ്, ഇത് ഇത്രയും വൈയുടേത്, ഇത് ഇത്രയും ഇസഡിൻ്റെത്, ഇത് ലാസ്റ്റ് ജസ്റ്റ് നമ്പേഴ്സ്. അപ്പൊ ഇതിന്റെ ആദ്യം നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് ആക്കണം. അപ്പൊ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുമ്പം എ ബി ആണ് വരുന്നത്. ഈ ഈക്വൽ ടു കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ ആർ എച്ച് എസിലുള്ള നമ്പേഴ്സ് ആണ് നമ്മളുടെ ബി എന്ന് പറയുന്നത്. ഈ എക്സ് വൈ ഇസഡ് വന്നിട്ടുള്ള നമ്മുടെ എൽ എച്ച് എസ് ആണ് നമ്മുടെ എ എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് ആക്കി. ഈ ഓഗ്മെന്റഡ് മെട്രിക്സ് ആക്കുന്നതിന് നമുക്ക് 1 മാർക്ക് കിട്ടും. പിന്നെ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്യണം. ഇപ്പൊ ആ ഏറ്റവും ഫസ്റ്റ് റോ അതിൻ്റെ അകത്തെ 1ന്റെ താഴോട്ടുള്ളത് 2ഉം 3ഉം ആണ്. അതിനെ നമ്മൾ 0യിലോട്ടാക്കണം. സെക്കൻഡ് റോ എടുക്കുവാണെങ്കിൽ 3ന്റെ താഴെ 3 ഉണ്ട്, അതിനെ നമുക്ക് 0 ആക്കണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് 4 എന്ന് പറയുന്ന ഒരു ഇസഡ് ആണ്. അപ്പൊ 4z ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പൊ ഇസഡ് ഇസ് ഈക്വൽ ടു 1/4 എന്നുള്ളൊരു വാല്യൂ കിട്ടും. അപ്പം അത് വെച്ചിട്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ഇക്വേഷൻ ആ 0ന്റെ ഇത് ആക്കണം. അപ്പം അതിപ്പോ നമുക്ക് ഇവിടെ ഈ സെക്കൻഡ് റോ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ R1 into 2 വെച്ച് റെഡ്യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ അത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു ടേബിൾ കിട്ടും, മെട്രിക്സ് കിട്ടും. അതാണ് ഈ മെട്രിക്സ്. അപ്പൊ ഈ മെട്രിക്സ് അനുസരിച്ച് നമ്മൾക്ക് സോറി ആ മെട്രിക്സ് അല്ല, ലാസ്റ്റ് ഫുൾ റെഡ്യൂസ് ആയി കഴിഞ്ഞിട്ടുള്ള ഈ മെട്രിക്സ് ആണ്. അപ്പൊ ഈ മെട്രിക്സിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഏറ്റവും ഫസ്റ്റ് റോ പറയുന്നത്, ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂസ്. അപ്പൊ ഏറ്റവും ആദ്യം ഒറ്റ എക്സിന്റെ വാല്യൂ ഉള്ളൂ, ബാക്കി രണ്ടും 0 ആക്കിയിട്ടുണ്ട്. സെക്കൻഡ് കോളം എന്ന് പറയുന്നത് വൈ വാല്യൂസ് ആ വരുന്നത്, അതിൽ ഏറ്റവും ലാസ്റ്റത്തത് 0 ആക്കിയിട്ടുണ്ട്. പിന്നെ തേർഡ് എന്ന് പറയുന്നത് ഇസഡിന്റെ ആ വരുന്നത്. അപ്പൊ ഏറ്റവും ലാസ്റ്റത്തെ നമ്മളുടെ റോ നോക്കുവാണെങ്കിൽ 7z ഇസ് ഈക്വൽ ടു -2 എന്ന്. അപ്പൊ അതിൻ്റെത് z ഇസ് ഈക്വൽ ടു -2/7 എന്ന് വരും. അപ്പം അത് വെച്ചിട്ട് നമുക്ക് അപ്പൊ ഇസഡ് കിട്ടി. അപ്പൊ ഇസഡിന്റെ വാല്യൂ ഈ സെക്കൻഡ് റോയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വൈയുടെ വാല്യൂവും കൂടി കിട്ടും. എന്നിട്ട് ആ വൈയും ഇസഡിന്റെ വാല്യൂ വെച്ച് ഫസ്റ്റ് റോയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. അപ്പൊ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടിയേക്കുന്നതാണ് ഇസഡിന് -2/7, വൈക്ക് 8/7 ആൻഡ് എക്സിന് -3/7. എന്നിട്ട് നമ്മൾ എക്സ് വൈ ഇസഡ് ഒരു മെട്രിക്സ് ഫോമിൽ ഇട്ടിട്ട് ഈക്വൽ ടു കൊടുത്തിട്ട് ആ വാല്യൂ അതേപടി എഴുതി വെച്ചാൽ മതി. അപ്പൊ നമ്മളുടെ ഗോസ് എലിമിനേഷൻ അതോടുകൂടി തീരുന്നു. അപ്പൊ അത്ര എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡാണ് ഗോസ് എലിമിനേഷൻ. അടുത്തത് വരുന്നത് പാരാമീറ്റർ കണ്ടീഷൻസ് എന്നും പറഞ്ഞിട്ടുള്ളതാ. ഇതിൽ എങ്ങനെയാന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ ഗോസിന് തന്നെ സെയിം രീതി, പക്ഷെ ഇവിടെ നമുക്ക് രണ്ടോ മൂന്നോ വാല്യൂസ് അൺനോൺ ആയിരിക്കും. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം തേർഡ് റോയിൽ ഇസഡിന്റെ വാല്യൂ ലാംഡ കൊടുത്തേക്കുന്നത്, ബാക്കിയുള്ളത് പോലെ നമ്പേഴ്സ് അല്ല. പിന്നെ അതിന്റെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള നമ്പർ ആണെങ്കിലും മ്യൂ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇതിലാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോ സൊല്യൂഷൻ വരുമ്പോ എങ്ങനെയായിരിക്കും, യൂണീക് സൊല്യൂഷൻ, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഈ 3 കണ്ടീഷനിൽ ലാംഡയും മ്യൂവിന്റെയും വാല്യൂ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഏറ്റവും ആദ്യം നമ്മള് നേരത്തെ ഗോസ് എലിമിനേഷനിൽ പറഞ്ഞേക്കുന്ന പോലെ നമ്മൾ മെട്രിക്സ് എ മെട്രിക്സ് എടുക്കുന്നു, പിന്നെ എ ബി ആക്കുന്നു. എ ബി ഇത്രയേ ഉള്ളൂ. ആ എ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്നാ നമ്മൾ എക്സ് വൈ സെഡിനെ മാത്രം വാല്യൂ വെച്ചിട്ട് കൊടുക്കുന്നു. എ ബി മെട്രിക്സ് ആവുമ്പോൾ നമ്മൾ ആ ആർ എച്ച് എസിന്റെ വാല്യൂം കൂടി കൂട്ടി എഴുതുന്നു. ഇത് മാത്രം എഴുതുമ്പോൾ തന്നെ 2 മാർക്ക് എന്തായാലും കിട്ടും. പിന്നെ അടുത്തത് നമ്മൾ എന്നിട്ട് നേരത്തെ ഗോസ് എലിമിനേഷൻ മെത്തേഡ് ചെയ്ത പോലെ തന്നെ സെയിം നമ്മൾ റോ കുറച്ചുകൊണ്ടിരിക്കുന്നു. ആ 2 ഏറ്റവും ആദ്യത്തെ റോ കോളത്തിൽ ആ 7നും 2നും 0 ആക്കണം. പിന്നെ സെക്കൻഡ് കോളത്തിലാണെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ വാല്യൂ 0 ആക്കണം. അപ്പൊ അത് വെച്ചിട്ട് ലാംഡ ഇസ് ഈക്വൽ ടു മ്യൂ അല്ല ലാംഡ ഇസഡ് ഇസ് ഈക്വൽ ടു മ്യൂ എന്ന് കിട്ടും. ഇസഡ് എന്ന് പറയുമ്പോൾ മ്യൂ മൈൽ ലാംഡ അങ്ങനെ വാല്യൂ നമുക്ക് എക്സ് വൈ ഇസഡിന്റെ കിട്ടും. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ നോ സൊല്യൂഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്.
അപ്പം അതിലെങ്ങനെയാന്ന് വെച്ചാൽ നോ സൊല്യൂഷനിലാണെങ്കിൽ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആവാൻ പാടില്ല. അപ്പം അത് വെച്ചിട്ട് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് മനസ്സിലാവും നോ സൊല്യൂഷൻ ആണെങ്കിൽ ലാംഡ 5 ആവണം, പിന്നെ മ്യൂ ആണെങ്കിൽ 9 ആവാൻ പാടില്ല. അങ്ങനെ വരുമ്പോഴാണ് റാങ്ക് ഓഫ് എ ഇസ് നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി എന്ന് വരുന്നത്. അപ്പൊ നമുക്ക് സൊല്യൂഷൻ കിട്ടത്തില്ല. പിന്നെ യുണീക് സൊല്യൂഷന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളുടെ റാങ്ക് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എയും ആവണം, പിന്നെ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. അപ്പം അത് വെച്ചിട്ട് ലാംഡ 5 ആവാൻ പാടില്ല. അപ്പൊ നമ്മളുടേത് കറക്റ്റ് ആയിട്ട് യുണീക് സൊല്യൂഷൻ കിട്ടും. പിന്നെ വരുന്നത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആ. അതിലെങ്ങനെയാന്ന് വെച്ചാൽ റാങ്ക് ഓഫ് എ ബി ഷുഡ് ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ, പിന്നെ അത് നമ്പർ ഓഫ് അൺനോൺസ് ആയിട്ട് ഈക്വൽ ആവാൻ പാടില്ല. അപ്പൊ അത് വെച്ചിട്ട് ലാംഡ ഷുഡ് ബി 5 ആൻഡ് മ്യൂ ഷുഡ് ബി 9. അപ്പൊ ഈ വാല്യൂ ആണ് നമ്മൾ എന്നിട്ട് ലാസ്റ്റ് എടുത്തെഴുതണം. ഇന്ന സൊല്യൂഷന് ലാംഡയും മ്യൂവിന്റെയും വാല്യൂ ഇന്നതാവണം. അപ്പൊ നമുക്ക് ആ ടോപ്പിക്കിനും ഫുൾ മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഗോസ് എലിമിനേഷൻ മെത്തേഡാണ്. അപ്പം ഗോസ് എലിമിനേഷനിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മൂന്നോ നാലോ ഇക്വേഷൻ കിട്ടും. അപ്പം ഇങ്ങനെയാ നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടുന്നെങ്കിൽ ആ കറക്റ്റ് കോഎഫിഷ്യൻസ് അതേപടി എഴുതുമ്പം ഇതിപ്പം എ ബി മെട്രിക്സ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഈ ഏറ്റവും ആദ്യത്തെ 3 കോളം മാത്രം എഴുതുവാണെങ്കിൽ എ മെട്രിക്സ് ആണ് നമുക്ക് വരുന്നത്. ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ കൊടുത്തേക്കുന്ന എ ബി മെട്രിക്സ് ആണ്. എന്നിട്ട് നമ്മൾ ആദ്യത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിം റെഡ്യൂസ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഈ മെട്രിക്സ് ആണ് നമ്മളുടെ ഫൈനൽ. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഇസഡിന്റെ വാല്യൂ ഏറ്റവും ആദ്യം കിട്ടും, അത് 3 കിട്ടി ഇവിടെ. അത് കഴിഞ്ഞിട്ട് ആ ഇസഡിന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് വൈയുടെ വാല്യൂ കിട്ടി 2. അത് കഴിഞ്ഞിട്ട് എക്സിന്റെ വാല്യൂ കിട്ടി 1. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു മെട്രിക്സ് എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു വേറൊരു മെട്രിക്സ് 1 2 3 എന്ന് കൊടുക്കുന്നു. അത്രേ ഉള്ളൂ ഗോസ് മെത്തേഡ്. ഇത് അതുപോലെ വേറൊരു എക്സാമ്പിളാ. അപ്പൊ ഇത് തന്നെ ഒന്ന് നിങ്ങൾ സോൾവ് ചെയ്യാൻ എന്തായാലും ശ്രമിക്കണം, ചെയ്ത് തന്നെ പഠിക്കണം. ഇനി അടുത്ത ടോപ്പിക് റാങ്ക് ഓഫ് മെട്രിക്സ്. ഈ റാങ്ക് ഓഫ് മെട്രിക്സ് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം റാങ്ക് ഓഫ് മെട്രിക്സ് 3 മാർക്സിന് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ റാങ്ക് ഓഫ് മെട്രിക്സ് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിപ്പം നമുക്കൊരു 3x3 മെട്രിക്സ് ആണ് കിട്ടിയേക്കുന്നത്. അപ്പം അതിൻ്റെത് നമ്മൾ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ വാല്യൂസ് റെഡ്യൂസ് ചെയ്യണം. അന്ന് കഴിഞ്ഞിട്ട് ഇപ്പം എത്ര കോളം എത്ര റോസ് ആണ് ഫുൾ 0 ആവുന്നതെന്ന് നോക്കണം. അപ്പൊ ഏതൊക്കെ കോളംസ് റോസ് ഫുള്ളി 0 ആവുന്നില്ല ആ അത്രയും റോസിന്റെ നമ്പർ നമ്മൾ എടുത്തിട്ട് എഴുതുന്നതാണ് റാങ്ക്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുമ്പം 3 റോയിലും ഫുൾ 0 ആവുന്നില്ല, പക്ഷെ റാങ്ക് ഇവിടെ 2 ആ കൊടുത്തേക്കുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ലാസ്റ്റത്തെ സെക്കൻഡ് റോയും തേർഡ് റോയും സെയിം വാല്യൂസ് ആ. അപ്പം അത് ഒന്ന് പ്ലസ് ചെയ്യുവാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു റോ 0 ആയിപ്പോവും. അതുകൊണ്ടാണ് അപ്പം ഫസ്റ്റും സെക്കൻഡും റോ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് റാങ്ക് ഓഫ് എ 2 വന്നേക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് ഇത്. അപ്പം ഇതില് അതുപോലെ തന്നെ എലിമിനേറ്റ് ചെയ്ത് വന്ന് കഴിയുമ്പം ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോമില് ഒറ്റ കോളം പോലും 0 ആയി, ഒറ്റ റോ പോലും 0 ആയി പോകുന്നില്ല. അത് മാത്രമല്ല ഏതെങ്കിലും 2 റോ സെയിം നമ്പേഴ്സും വരുന്നില്ല. അതുകൊണ്ട് ഇവിടെ റാങ്ക് 3 വന്നു. അടുത്ത ടോപ്പിക് ഈ ലീനിയർ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാ. അപ്പൊ ഇത് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ, പിന്നെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെ യുണീക്ക് ആണോ ഇൻഫിനിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നു. അപ്പം ഇത് ഏറ്റവും ആദ്യം പറഞ്ഞ ആ സെയിം മെത്തേഡ് തന്നെയാ. ഇതിന്റെ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഈഗൻ വാല്യൂസ് ആൻഡ് ഈഗൻ വെക്ടേഴ്സ്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ചെയ്യുന്ന വീഡിയോ ഇച്ചിരി ഇതിന്റെ കാൽക്കുലേഷൻ ലൈക്ക് കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. അപ്പം ഇതിന്റെ ഡിറ്റർമിനന്റ് ആണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ ഇതിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇതിൻ്റെത് എങ്ങനെയാ എടുക്കേണ്ടിയെന്നും. ഇതും സിമ്പിൾ ആണ്.
അതിന്റെ ഒരു സിമ്പിൾ മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അത് വെച്ച് പെട്ടെന്ന് തന്നെ കിട്ടും ആൻസർ. അടുത്ത ടോപ്പിക് 6 പോകുന്ന ഡയഗണലൈസേഷൻ. ഡയഗണലൈസേഷൻ എന്ന് പറയുമ്പം നമ്മൾ ഈ ഈഗൺ വെക്ടേഴ്സും ഈഗൺ വാല്യൂസും കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പം ഇതിന്റെ സിമെട്രിക്കും ഉണ്ട് അസിമെട്രിക് ഫോമും ഉണ്ട്. അതിന്റെയും അടുത്ത ക്ലാസ്സിൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നതാണ്. അപ്പം അതിൻ്റെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഈ മെട്രിക്സിനെ അതിൽ ഈ ഡയഗണൽ എലമെന്റ്സിനെ മാത്രം നമ്മൾ ലാംഡ ഇട്ട് ആഡ് ചെയ്യും അതിന്റെ ഇതിലോട്ട്. അപ്പം അതിന് മുന്നേ നമ്മൾക്ക് ഈ ഒരു ഇക്വേഷൻ കൊടുക്കണം, എന്നിട്ട് ഈ ലാംഡ ആഡ് ചെയ്ത ഒരു മെട്രിക്സ് ആഡ് ചെയ്യണം, എന്നിട്ട് അതിന്റെ നമ്മൾ ലാംഡയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത് മെയിൻ ആയിട്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത മൂവിങ് ഓൺ ടു മൊഡ്യൂൾ 2. നമുക്കാണെങ്കിൽ ഒരു ഡെറിവേഷൻ അത്യാവശ്യം ബേസിക്സ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു മൊഡ്യൂൾ ആണ്. അപ്പം ഇതിലാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫംഗ്ഷൻ തരും, എന്നിട്ട് ആ ഫംഗ്ഷന്റെ നമ്മൾ ലിമിറ്റ് ഇട്ട് ജസ്റ്റ് വാല്യൂ എഴുതുന്നു. ഇവിടെ ആണെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷനെ നമ്മൾ R എന്ന് കൊടുക്കുക. അപ്പം ഈ ഫംഗ്ഷൻ R ആണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് R² ആണ്. ഈ ഫംഗ്ഷന്റെ റൂട്ട് ആണ് നമ്മൾ R എന്നും പറഞ്ഞ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് R²/R വരും. അപ്പം R ക്യാൻസൽ ആയി പോവും. R²/R വന്നു നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട്. എന്നിട്ട് ഈ ആറും ഈ R² എന്ന് പറയുമ്പോൾ R × R ആണല്ലോ, അപ്പം ഒരു R കട്ടായി പോകും. എന്നിട്ട് R ആണ് മിച്ചം വരുന്നത്. അപ്പൊ ഇവിടുത്തെ നമ്മളെ ലിമിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0, 0 ആണ്. അപ്പൊ ആ ലിമിറ്റിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ ആൻസറും 0 ആയി പോകും. അത് ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കൂടുതലും മൊഡ്യൂൾ 1 നിന്ന് സ്ലോപ്പും പിന്നെ ഈ ബേസിക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അതിന്റെ എക്സും വൈനെയും റെസ്പെക്റ്റീവ് ആയിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് കൂടുതലും 3 മാർക്സിന് ചോദിക്കാറ്. പിന്നെ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഇപ്പം ഈ ക്വസ്റ്റ്യൻ എടുക്കുവാണെങ്കിൽ നമ്മളുടെ ഫംഗ്ഷൻ XY എന്ന് പറയുന്നത് X+Y ആ കൊടുത്തേക്കുന്നത്. അപ്പം ഈ പോയിന്റിലാണ് അത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയേണ്ടത്. അപ്പം ഈ ഇക്വേഷനിലോട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എക്സിന്റെ അവിടെ 1ഉം വൈയുടെ അവിടെയും 3 ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ 1 + 3 4 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അത് ആ ലിമിറ്റിന്റെ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു ഒട്ടും അടുത്തില്ലാത്ത ഒരു വാല്യൂ കിട്ടുന്നെങ്കിൽ അത് കണ്ടിന്യൂസ് അല്ല എന്ന് വരും. ഇതിപ്പോ അടുത്തുള്ള ഒരു വാല്യൂ ആയതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആയി. അടുത്ത ഒരു ഇത് ഈ 7 മാർക്സിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാ പാർഷ്യൽ ഡെറിവേറ്റീവ്സും ഹയർ പാർഷ്യൽസും. അപ്പൊ ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇത് നമുക്ക് ആ 7 മാർക്സിന്റെ ഒക്കെ അതില് ലൈക്ക് ആ ഒരു ബേസിക് ആയിട്ട് വേണ്ടി ഒരു ടൈപ്പ് നോളേജാ. അപ്പൊ ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് f(x)ഉം f(y)ഉം കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ f(xy) ആണ് ഈ ഫംഗ്ഷന് x³ y + 4y എന്നുള്ളത്. അപ്പം f(x) എന്ന് പറയുമ്പം ഈ ഫംഗ്ഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു x എടുക്കുക. അപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 3x² y വരും +0 ആ വരുന്നത്. അപ്പൊ നമ്മളുടെ f(x) എന്ന് പറയുന്നത് 3x² y വന്ന്. അതുപോലെ തന്നെ fy എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു y ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ x³ + 4 എന്ന് വരും. അപ്പം ഇൻ കേസ് ഇനി നിങ്ങൾക്ക് f(x) കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ f(x) എന്ന് പറയുന്നത് ഇതല്ലേ, ഇതിനെ ഒന്നോടെയും ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ ഇപ്പൊ y ആണെങ്കിൽ ഈ ഫംഗ്ഷനെ ഒന്നോടെയും y വെച്ച് ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ ഇത് 0 ആയി പോകും. അപ്പം അതാണ് fx കണ്ടുപിടിക്കേണ്ട രീതി. അത് ജസ്റ്റ് നമ്മൾ എത്രയും തവണ ആ ഫംഗ്ഷന്റെ അവിടെ x കൊടുത്തിട്ടുണ്ട് xy കൊടുത്തിട്ടുണ്ട് അത്രയും തവണ ഡെറിവേറ്റീവ് എടുത്തോണ്ടിരിക്കണം. ഇപ്പൊ ഈ ഫംഗ്ഷന്റെ അവിടെ fxy ഇതുപോലെയല്ല, അല്ലാണ്ട് ഈ താഴെയായിട്ട് fxy എന്ന് കൊടുത്തേക്കുവാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം എക്സിനെ x ആയിട്ട് x വിത്ത് റെസ്പെക്ട് ടു x ഡെറിവേറ്റീവ് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y ഡെറിവേറ്റീവ് എടുക്കുന്നു.
അപ്പം എഫ് എക്സ് വൈ കണ്ടുപിടിക്കാനായിരുന്നെങ്കിൽ ഇവിടെ 3x² y അല്ലേ, അപ്പം ഇത് നമ്മളുടെ എക്സിനെ വെച്ച് ഓൾറെഡി ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് y വെച്ച് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 3x² എന്ന് വന്നേനെ. ഇപ്പൊ ഇൻ കേസ് എഫ് വൈ എക്സ് ആ ചോദിക്കുന്നെങ്കിൽ നമ്മൾ എഫ് വൈയുടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കണം. അത് 3 മാർക്സിനും ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള. അടുത്തതാണ് ചെയിൻ റൂൾ ആൻഡ് ടോട്ടൽ ഡെറിവേറ്റീവ്. ഇത് ഭയങ്കര 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എല്ലാ തവണയും 7 മാർക്സിനും ഷുവർ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ചെയിൻ റൂളിന്റെ ആ ഒരു മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് d z by dt is equal to function of x into derivative of x by derivative of dx by dt plus function of y dy by dt ആണ്. അപ്പം അതിന്റെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ആദ്യം നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ ഓഫ് എക്സും കണ്ടുപിടിക്കണം, ഫംഗ്ഷൻ ഓഫ് വൈയും കണ്ടുപിടിക്കണം, പിന്നെ അതല്ലാണ്ട് അതിന്റെ ഡി എക്സ് ബൈ ഡി ടിയും ഡി വൈ ബൈ ഡി ടിയും കണ്ടുപിടിക്കണം. എന്നിട്ട് ഏറ്റവും ആദ്യം എഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുമ്പോൾ ഈ വാല്യൂവിന്റെ മൾട്ടിപ്ലിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് പ്ലസ് ഈ എഫ് വൈയും ഡി വൈ ബൈ ഡി ടിയുടെ മൾട്ടിപ്ലിക്കേഷൻ. ഇത് വെച്ചിട്ടാണ് നമുക്ക് നമ്മളുടെ വാല്യൂ കിട്ടുന്നത്. അതാണ് നമ്മളുടെ ഡി സെഡ് ബൈ ഡി ടി ഇവിടെ എന്ന് പറയുമ്പോൾ ഡി ഡബ്ല്യു ബൈ ഡി ടി വന്നേക്കുന്നത്. അടുത്തത് നമ്മളുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽസ് ആൻഡ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. ഇതും എല്ലാ തവണയും 7 മാർക്സിന് കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലീനിയർ അപ്രോക്സിമേഷൻ നമുക്കൊരു ഫംഗ്ഷൻ തരും, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ തരും. എന്നിട്ട് നമുക്ക് അതിന്റെ ഒരു വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതും കൂടി തരും. അപ്പൊ ഇതിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ആദ്യം എഫ് ഓഫ് എക്സ് വൈയുടെ ഡയറക്റ്റ് വാല്യൂ ഇട്ട് നമ്മൾ ആ വാല്യൂ എടുക്കണം. ഇപ്പം x² + y², ഈ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തന്നേക്കുന്ന 1 ആണ്, വൈയുടേത് 2 ആണ്. അപ്പൊ 1² + 2² ചെയ്യുമ്പം 5 കിട്ടും. അപ്പൊ അതുപോലെ തന്നെ എഫ് എക്സ് എടുക്കണം. അത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. അത് കഴിഞ്ഞിട്ട് ആ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 2 കിട്ടും. അതുപോലെ തന്നെ എഫ് വൈ വിത്ത് ഈ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞ് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4 കിട്ടും. അപ്പം ലീനിയർ അപ്രോക്സിമേഷൻ ഓഫ് എക്സ് വൈ എന്നും പറഞ്ഞിട്ട് നമുക്ക് നമ്മളുടേത് ഏറ്റവും ആദ്യത്തെ ഫംഗ്ഷൻ പ്ലസ് എഫ് എക്സ് ഇൻറ്റു നമ്മൾക്ക് ആ എക്സ് മൈനസ് 1 പ്ലസ് 4 ഇൻറ്റു y മൈനസ് 2 ആണ് ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ വരുന്നത്. ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യനാ, ഇതും കൂടി ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തത് ഡയറക്ഷണൽ ഡെറിവേറ്റീവും സ്ലോപ്പ് ഓഫ് എ സർഫസ്. സ്ലോപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാ. എല്ലാ തവണയും 3 മാർക്സിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാ. അപ്പം സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ചെയിൻ റൂള് ഉപയോഗിക്കും. അപ്പം ഇവിടെ എക്സും വൈയും വെച്ചിട്ടുള്ളതാ. അപ്പൊ ചെയിൻ റൂൾ ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞ സെയിം ഇക്വേഷൻ ചെയിൻ റൂൾ വെച്ച് നമുക്ക് ഒരു ഫംഗ്ഷൻ കിട്ടും. അതിലോട്ട് നമുക്ക് ഇവിടെ തന്നേക്കുന്ന ആ വാല്യൂസ് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സ് ഡയറക്ഷനിലാണ്. അപ്പൊ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ 1/√17 കിട്ടും. ഇത് ഇൻ ദ ഡയറക്ഷൻ എക്സ് ആണ്. ഇപ്പൊ വൈ എന്നും പറഞ്ഞിട്ട് ഒരു ഇത് തരുവാണെങ്കിൽ വൈയുടെ കണ്ടുപിടിക്കണം. ഇപ്പൊ നമ്മളെടുത്ത് എക്സ് ഡയറക്ഷന്റെ വാല്യൂ വന്നിട്ട് എക്സ് ആ ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് ഇതാണ് നമ്മളുടെ സ്ലോപ്പ് വന്നേക്കുന്നത്. അടുത്തത് റിലേറ്റീവ് മാക്സിമ മിനിമ സാഡിൽ പോയിന്റ്സ്. അപ്പം ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇതും എല്ലാ തവണയും 7 മാർക്സിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിൻ്റെത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ എക്സ്ട്രീമയോ മിനിമയോ ഇതിൻ്റെത് ലൊക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം ഈ കാണുന്നതാണ് അതിന്റെ ഓരോ ഇപ്പം വാല്യൂ വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന ഒരു വാല്യൂ ആണ് ഡി. അപ്പം ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് ഡി കിട്ടുന്നത്. അതിന് മുന്നേ നമ്മൾ എയും സിയും ബി സ്ക്വയറും
മൈനസ് ബി സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പം ഈ എ എന്ന് പറയുന്നത് എഫ് എക്സ് എക്സ് ആണ്, ബി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ നമ്മളുടെ കിട്ടിയേക്കുന്ന ആ ഫംഗ്ഷനെ ആദ്യം എക്സ് കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുന്നു, എന്നിട്ട് വൈ കൊണ്ട് വൈ വിത്ത് റെസ്പെക്റ്റീവ് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുന്നു. എഫ് എക്സ് എക്സ് ആണെങ്കിൽ ആദ്യം നമ്മൾ എക്സ് ആയിട്ട് ഡെറിവേറ്റീവ് എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഒന്നോടെ ആ കിട്ടിയതിനെ പിന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുന്നു. എഫ് വൈ വൈ എന്ന് പറയുന്നതാണ് നമ്മൾ ഇവിടെ സി എന്ന് കൊടുക്കുന്നത്. അതെന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷന്റെ വൈ ഡെറിവേറ്റീവ് എടുക്കുന്നതിന് ഒന്നോടെ അതിന്റെ കിട്ടിയ വാല്യൂല് വൈ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പൊ ഇൻ കേസ് ഡിയും എയും ഗ്രേറ്റർ ദാൻ 0 ആണ്, അത് ലോക്കൽ മിനിമം ആവും എന്ന് പറയുമ്പോൾ മിനിമം. ഇൻ കേസ് ഡി 0-നേക്കാളും കൂടുതലാ, എ പക്ഷെ 0-നേക്കാളും കുറവാണെങ്കിൽ അത് ലോക്കൽ മാക്സിമം ആവും. ഇൻ കേസ് ഡി ലെസ് ദാൻ 0 ആണെങ്കിൽ അത് സാഡിൽ പോയിന്റ്. ഇൻ കേസ് ഡി ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് വേറെ മെത്തേഡ് ഉപയോഗിച്ച് അതിന്റെ ഇത് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ അത് സാധാരണ പ്രീവിയസ് ഇയറിൽ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. കൂടുതലും മാക്സിമം മിനിമം കിട്ടുന്ന രീതിയിലാണ് ഇന്നേ വരെ വന്നിട്ടുള്ളത്. അപ്പൊ ഏറ്റവും ആദ്യം എക്സ്ട്രീം കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ ഫംഗ്ഷന്റെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കും, വൈ എടുക്കും, എന്നിട്ട് ആ എക്സും വൈനെയും 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പം നമുക്ക് വാല്യൂ കിട്ടും. അതാണ് നമ്മളുടെ ക്രിട്ടിക്കൽ പോയിന്റ്. ഇവിടെ 0 0യും 2/3 2/3 ആണ് നമ്മളുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഈ എ ബി സി കമ്പ്യൂട്ട് ചെയ്യണം. അപ്പം എ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എക്സ്, 2 തവണ എക്സിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് എക്സ് കിട്ടും. അത് കഴിഞ്ഞിട്ട് എഫ് എക്സ് വൈ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ആദ്യം ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്റ്റീവ് ടു എക്സ് എടുത്ത്, അത് കഴിഞ്ഞിട്ട് അതിനെ വൈയും കൊണ്ട് എടുത്ത്, പിന്നെ വൈ വൈ എന്ന് പറയുമ്പം ഏറ്റവും ആദ്യം നമ്മൾ വൈ ആയിട്ട് ഡെറിവേറ്റീവ് എടുത്ത്, എന്നിട്ട് ഒന്നോടെയും വൈ ആയിട്ട് ഡെറിവേറ്റീവ് എടുത്ത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡി കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് ഈ വാല്യൂസ് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡി കിട്ടും. അപ്പൊ ആ ഡിയും എയുടെയും വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ മാക്സിമം ആണോ മിനിമം ആണോ അങ്ങനെയല്ല അറിയുന്നത്. അപ്പൊ ഇവിടെ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അപ്പൊ ഇത് മാക്സിമം തന്നെയാണ്. അപ്പം എന്നിട്ട് നമ്മളുടെ വാല്യൂ ഇതാണ്. അപ്പൊ അത്രേ ഉള്ളൂ. മിനിമം ആണെങ്കിൽ നമ്മൾ ആ ലെസ് ദാൻ ചെക്ക് ചെയ്തിട്ട് ആ വാല്യൂ അതേപടി എഴുതുക. രണ്ടും സെയിം രീതി തന്നെ. അടുത്തത് നമ്മളെ ആബ്സല്യൂട്ട് മാക്സിമം മിനിമം ഓൺ ക്ലോസ് ആൻഡ് ബൗണ്ടഡ് സെറ്റ്സ്. അപ്പൊ ഇതിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു സെറ്റ് ഓഫ് വാല്യൂ, ഇപ്പൊ ഇത് കൊടുത്തേക്കുന്ന സ്ക്വയറിന്റെ ആണ്, വെർട്ടീസസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് നമ്മളുടെ ഫംഗ്ഷൻ. അപ്പം ഇതിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് ഏറ്റവും ആദ്യം ആ എ ബി സി ഡി നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സെയിം അത്രയും ഡെറിവേറ്റീവ്സ് എടുത്ത് നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കുന്നു. ബട്ട് ഇത്തവണ ഓരോ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴും നമ്മൾ ഇവിടെയുള്ള ആ വെർട്ടിസസിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും, എന്നിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ടാണ് നമ്മളുടെ ഈ ഓരോ ആ ഒരു എന്നാ പറയുന്നത്, ഇപ്പം ഇത് സ്ക്വയറാ, അപ്പം ഈ എ ടു ബി ഉള്ളത് നമ്മൾ ആ പർട്ടിക്കുലർ എഡ്ജിന്റെ കൊടുത്തിട്ട് ഇവിടം നമ്മൾ കണ്ടുപിടിക്കും, പിന്നെ ഇവിടം കണ്ടുപിടിക്കും, ഇവിടം കണ്ടുപിടിക്കും, ഇവിടം കണ്ടുപിടിക്കും. അങ്ങനെയാണ് വരുന്നത്. അപ്പം അത്രേ ഉള്ളൂ മാക്സിമം മിനിമം ക്ലോസ്ഡ് സർഫസിലുള്ളത്. അപ്പം ഒന്നോടെ ഒരു സമ്മറി പോലെ പറയുവാണെങ്കിൽ ഈ ഫസ്റ്റ് 2 മൊഡ്യൂളിന്റെ ഇത്രയും ഈ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഇതില് ഈ പറഞ്ഞേക്കുന്നതിൽ ഏതെങ്കിലും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് പഠിക്കുവാണെങ്കിലും നിങ്ങൾക്ക് സുഖമായിട്ട് ആ 14 മാർക്സ് എന്തായാലും കിട്ടും. എല്ലാ തവണയും ഈ കാനോണിക്കൽ ഫോം എന്ന് പറയുമ്പോൾ ഈ കോണിക് അതും കൂടി വരുന്നതാണ്. അപ്പം ഈ 2 ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്കും നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ടുണ്ട്. പിന്നെ മൊഡ്യൂൾ 2ന്റെ ഡിഫറൻസിയേഷൻ എന്തായാലും ഒരു ബേസിക്സ് അറിഞ്ഞിരിക്കണം. പിന്നെ ഇതിന്റെ ആണെങ്കിലും ഈ 3 ടോപ്പിക് എന്തായാലും നോക്കിക്ക്, ഈ സെയിം ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ തവണയും ചോദിക്കുന്നത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.